Good morning students. Next topic method overriding in Java. നമ്മൾ മെത്തേഡ് ഓവർലോഡിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നല്ലേ. കമ്പൈൽ ടൈം പോളിമോർഫസത്തിന് എക്സാമ്പിളാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡിനെ കൊണ്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നൊരു ഫിനോമിനനാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു കാര്യമാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൺ ടൈം പോളിമോർഫസിന് എക്സാമ്പിളാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസിനകത്താണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് ചെയ്യുന്നത്. അതായത് ഇൻഹെറിറ്റൻസിനകത്ത് പേരൻ്റ് ക്ലാസ്സിനും സബ് ക്ലാസ്സിനും സെയിം നെയിമും ടൈപ്പുമുള്ള മെത്തേഡ് വരികയാണെങ്കിൽ അവിടെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ മെത്തേഡ് പേരൻ്റ് ക്ലാസ്സിനകത്തെ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യും. ഈ ഒരു ഫിനോമിനാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. പേരൻ്റ് ക്ലാസ്സിനകത്തും ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിനകത്തും സബ് ക്ലാസ്സിനകത്തും സെയിം മെത്തേഡ് വരികയാണെങ്കിൽ സെയിം നെയിമും ടൈപ്പും എല്ലാം ഉള്ള പാരാമീറ്ററും എല്ലാം സെയിം ആയിട്ടുള്ള ഒരു മെത്തേഡ് വരികയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിറൈവ്ഡ് ക്ലാസ്സിനാണല്ലോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിറൈവ്ഡ് ക്ലാസ്സിലെ മെത്തേഡ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിലെ മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യും അല്ലെങ്കിൽ ഹൈഡ് ചെയ്യും. ഡിറൈവ്ഡ് ക്ലാസ്സിലെ മെത്തേഡ് മാത്രമേ അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ബേസ് ക്ലാസ്സിലെ മെത്തേഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തില്ല. അപ്പം അങ്ങനെ വരുന്നൊരു ഫിനോമിനന് പറയുന്ന പേരാണ് മെത്തേഡ് ഓവർ റൈഡിങ്. ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. കൊടുത്തിരിക്കുന്നത് നോക്കിയേ. If subclass has the same method as declared in the parent class, it is known as method overriding. അതായത് സബ് ക്ലാസ്സിനും മെയിൻ ക്ലാസ്സിനും അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിനും സെയിം നെയിമുള്ള മെത്തേഡ് വരികയാണെങ്കിൽ അങ്ങനെ വരുന്നൊരു ഫിനോമിനനാണ് മെത്തേഡ് ഓവർറൈഡിംഗ് എന്ന് പറയുന്നത്. In other words, if a subclass provides the specific implementation of the method that has been declared by one of its parent class, ഇറ്റ് ഈസ് നോൺ ആസ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഡെഫിനിഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് കൊടുത്തിരിക്കുന്ന മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ സബ് ക്ലാസ്സിനകത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും അതിനെയും എന്തെന്ന് പറയാം, മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയാം. ഇനി മെത്തേഡ് ഓവർ റൈഡിങ് സംഭവിക്കുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഡിറൈവ്ഡ് ക്ലാസ്സിലെ മെത്തേഡ് ബേസ് ക്ലാസ്സിലെ മെത്തേഡിനെ ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇനി കൊടുത്തിരിക്കുന്നത് യൂസേജ് ഓഫ് ജാവ മെത്തേഡ് ഓവർ റൈഡിങ്. ജാവയ്ക്കകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്യുന്നതെന്നാണ്. മെത്തേഡ് ഓവർ റൈഡിങ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ദ സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ മെത്തേഡ് വിച്ച് ഈസ് ഓൾറെഡി പ്രൊവൈഡ് ബൈ ഇറ്റ്സ് സൂപ്പർ ക്ലാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇൻഹെറിറ്റൻസിനകത്ത് ഇപ്പോൾ മൾട്ടി ലെവലോ അല്ലെങ്കിൽ മറ്റ് ഇൻഹെറിറ്റൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും ആ മെത്തേഡിന് പല പല ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പാരാമീറ്ററും ടൈപ്പും നെയിമും എല്ലാം സെയിം ആണെങ്കിലും അതിനകത്ത് ടാസ്ക് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മെത്തേഡ് ഓവർറൈഡിങ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ റൺ ടൈം പോളിമോർഫിസം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടെ നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് റൂൾസ് ഫോർ ജാവ മെത്തേഡ് ഓവർ റൈഡിങ്. ജാവയ്ക്കകത്ത് മെത്തേഡ് ഓവർ റൈഡിങ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട റൂൾസാണ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. The method must have the same name as in the parent class. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരൻ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡിൻ്റെ സെയിം നെയിം തന്നെയായിരിക്കണം സബ് ക്ലാസ്സിൻ്റെ മെത്തേഡിനും വരേണ്ടത്. രണ്ടാമത്തെ കാര്യം, ദ മെത്തേഡ് മസ്റ്റ് ഹാവ് ദ സെയിം പാരാമീറ്റർ as in the parent class. രണ്ടാമത്തെ കാര്യം എന്താണ്? നെയിം മാത്രം സെയിം ആയാൽ പോരാ, പേരൻ്റ് ക്ലാസ്സിൻ്റെ മെത്തേഡിനകത്തെ സെയിം പാരാമീറ്റേഴ്സ് തന്നെയായിരിക്കണം സബ് ക്ലാസ്സിനകത്തെ മെത്തേഡിൻ്റെ പാരാമീറ്റർ എന്നും പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ദെയർ മസ്റ്റ് ബി ആൻ ഈസി റിലേഷൻഷിപ്പ്. അതായത് ഇൻഹെറിറ്റൻസിനകത്താണ് മെത്തേഡ് ഓവർ റൈഡിങ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ഇൻഹെറിറ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് സൂപ്പർ ക്ലാസ് സബ് ക്ലാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വന്നിരിക്കണം. അല്ലാതെ രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സുകൾ തമ്മിലോ രണ്ട് ബേസ് ക്ലാസ്സുകൾ തമ്മിലോ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല വരേണ്ടത്. എങ്ങനെയാണ് വരേണ്ടത്? പേരൻ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്തായിരിക്കണം ഈ മെത്തേഡ് ഓവർ റൈഡിങ് വരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി തന്നിരിക്കുന്നത് മെത്തേഡ് ഓവർ റൈഡിങ്ങിന് ഒരു എക്സാമ്പിളാണ്. നോക്കിക്കേ, പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ,
നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ പേരാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ബേസ് ക്ലാസ്സാണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആ വെഹിക്കിൾ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനകത്ത് നമ്മളൊരു മെത്തേഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. റൺ എന്ന് പറയുന്നതാണ് മെത്തേഡിൻ്റെ നെയിം, വോയിഡ് എന്ന് പറയുന്നതാണ് മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ്. ഇനി അതിൻ്റെ ബോഡിക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റലിനകത്ത് വെഹിക്കിൾ ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതോടുകൂടി നമ്മൾ ആ മെത്തേഡിനെ ക്ലോസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. അതായത് വെഹിക്കിൾ എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിന് നമ്മളൊരു സബ് ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നോക്കി എങ്ങനെ സബ് ക്ലാസ് ഉണ്ടാക്കുന്നത്? എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സബ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ക്ലാസ് ബൈക്ക് ടു എക്സ്റ്റെൻസ് വെഹിക്കിൾ. ഇവിടെ ബൈക്ക് ടു എന്ന് പറയുന്നതാണ് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ നെയിം, അതായത് പുതിയതായിട്ട് ഉണ്ടാക്കിയ ക്ലാസ്സിൻ്റെ നെയിം. പിന്നെ എക്സ്റ്റെൻസ് എന്ന് പറയുന്ന നമ്മുടെ കീവേഡ്. പിന്നെ വന്നിരിക്കുന്നതോ വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബേസ് ക്ലാസ്. അപ്പോൾ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ആർക്ക് കിട്ടും? ബൈക്ക് ടു എന്ന് പറയുന്ന ക്ലാസ്സിന് കിട്ടും. ഇനി നമ്മൾ ബൈക്ക് ടു എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. നോക്കിക്കേ, വോയിഡ് റൺ. അതായത് നമ്മുടെ ബേസ് ക്ലാസ്സിനകത്ത് അതേ മെത്തേഡിനെ തന്നെയാണ് നമ്മൾ സബ് ക്ലാസ്സിനകത്തും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിട്ടേൺ ടൈപ്പും സെയിം ആണ്, മെത്തേഡിൻ്റെ നെയിമും സെയിം ആണ്, പാരാമീറ്ററും സെയിം ആണ്. എംപ്റ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് പാരാമീറ്ററും ലിസ്റ്റും എല്ലാം സെയിം ആണ്. ഇനി ബോഡിക്കകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ബൈക്ക് ഈസ് റണ്ണിങ് സേഫ്ലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജാണ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, നമുക്ക് ഡിക്ലറേഷൻ ആ പ്രോട്ടോടൈപ്പ് മാത്രം നമുക്ക് സെയിം ആയിട്ട് കിട്ടിയാൽ മതി. അതിൻ്റെ ബോഡിക്കകത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിൻ്റെ ആ പ്രോട്ടോടൈപ്പ് മാത്രം സെയിം ആയിട്ട് വന്നാൽ മതി. ഇനി നമ്മൾ ആ മെത്തേഡിനെ നമ്മൾ ക്ലോസ് ചെയ്തു. നമ്മളത് കഴിഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് തന്നെയാണ് നമ്മൾ മെയിൻ മെത്തേഡ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ മെത്തേഡ് കൊടുത്തു. ഇനി നമുക്ക് മെയിൻ മെത്തേഡിനകത്ത് എന്ത് കാര്യം ചെയ്യാനുള്ളത്? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സിനകത്തെ മെത്തേഡ്സിനെ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ആക്സസ് ചെയ്യണം. നമ്മൾ ബൈക്ക് ടു എന്ന് പറയുന്നത് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ OBJ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ നെയിം. നോക്കിക്കേ, ബൈക്ക് ടു OBJ ഈക്വൽ ടു ന്യൂ ബൈക്ക് ടു ഓഫ്. അപ്പോൾ ഇവിടെ OBJ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറും അവിടെ ഇൻവോക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് റൺ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓർക്കുക, റൺ എന്ന് പറയുന്ന മെത്തേഡ് ബേസ് ക്ലാസ്സിനകത്തും ഉണ്ട്, ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും ഉണ്ട്. നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് റൺ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ ഏത് മെത്തേഡായിരിക്കും ഇൻവോക്ക് ആവുന്നത്? ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ റൺ എന്ന് പറയുന്ന മെത്തേഡായിരിക്കും ഇൻവോക്ക് ആവുന്നത്. ഔട്ട്പുട്ട് നോക്കിയേ, ബൈക്ക് ഈസ് റണ്ണിങ് സേഫ്ലി എന്ന് പറഞ്ഞാണ് ഔട്ട്പുട്ട്. അതായത് ഈ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ മെത്തേഡിൻ്റെ ബോഡിയാണ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ ബേസ് ക്ലാസ്സിനകത്തെ റൺ എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ വർക്കാവുന്നില്ല. അതായത് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ മെത്തേഡ് ബേസ് ക്ലാസ്സിനകത്തെ മെത്തേഡിനെ എന്ത് ചെയ്യുന്നു? ഓവർ റൈഡ് ചെയ്യുന്നു. ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പം മെത്തേഡ് ഓവർ റൈഡിങ് എന്താണ്, എന്തൊക്കെ റൂൾസ് ആണുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഓവർറൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. സ്റ്റാറ്റിക് മെത്തേഡ്സിനെ നമുക്ക് ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ജാവയ്ക്കകത്ത് മെയിൻ മെത്തേഡിനെ നമുക്ക് ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് ആണ്. പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മെയിൻ ആണല്ലേ. അപ്പോൾ സ്റ്റാറ്റിക് ആയതുകൊണ്ട് നമുക്കതിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മെമ്മറിയിലുള്ള ഡിഫറൻസ് മൂലമാണ് നമുക്ക് ആ സ്റ്റാറ്റിക് മെത്തേഡ്സിനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് മെത്തേഡ് ഓവർ ലോഡിങ്ങും മെത്തേഡ് ഓവർ റൈഡിങ്ങും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകളാണ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് നോക്കിയേ, മെത്തേഡ് ഓവർലോഡിംഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റീഡബിലിറ്റി ഓഫ് ദ പ്രോഗ്രാം.
Method overriding is used to provide the specific implementation of the method that is already provided by its superclass. ഇപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഒരു സെയിം മെത്തേഡിനെ കൊണ്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യിപ്പിച്ച് ഡിഫറെൻറ്റ് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് പോളിമോർഫിസമാണ് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അതേസമയം മെത്തേഡ് ഓവർറൈഡിങ് ആണെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇൻഹെറിറ്റൻസിനകത്ത് സൂപ്പർ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡിനെ കൊണ്ട് ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെത്തേഡ് ഓവർറൈഡിങ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, മെത്തേഡ് ഓവർലോഡിങ് ഈസ് പെർഫോംഡ് വിത്തിൻ ക്ലാസ്. മെത്തേഡ് ഓവർറൈഡിങ് ഒക്വേഴ്സ് ഇൻ 2 classes ദാറ്റ് ഹാവ് ഇസ് എ റിലേഷൻഷിപ്പ് ഓർ ഇൻഹെറിറ്റൻസ്. അപ്പം മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഡെഫിനേഷൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, സെയിം ക്ലാസ്സിൽ തന്നെയുള്ള മെത്തേഡ് ഡിഫറെൻ്റ് ആർഗ്യുമെൻസിനെ പാസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേസമയം മെത്തേഡ് ഓവർറൈഡിങ് ആണെങ്കിലോ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിരിക്കണം. അതായത് അവിടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റും വരണം, ഡിഫറെൻറ്റ് ക്ലാസ്സുകളുമായിരിക്കണം. ഒരു ക്ലാസ് സൂപ്പർ ക്ലാസ് ആയിരിക്കണം, മറ്റൊരു ക്ലാസ് സബ് ക്ലാസ് ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റിലാണ് മെത്തേഡ് ഓവർറൈഡിങ് വർക്കാവുന്നത്. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ്, ഇൻ കേസ് ഓഫ് മെത്തേഡ് ഓവർലോഡിങ് പാരാമീറ്റർ മസ്റ്റ് ബി ഡിഫറെൻറ്റ്. ഇൻ കേസ് ഓഫ് മെത്തേഡ് ഓവർറൈഡിങ് പാരാമീറ്റർ മസ്റ്റ് ബി സെയിം. കണ്ടോ, പാരാമീറ്ററിൻ്റെ ഡിഫറൻസ് നോക്കിയേ. മെത്തേഡ് ഓവർലോഡിങ് ആണെങ്കിൽ ഓരോ മെത്തേഡിനകത്തും പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഡിഫറൻ്റ് ആയിരിക്കണം, എണ്ണത്തിലും അതുപോലെ തന്നെ ടൈപ്പിലും ഡിഫറൻ്റ് ആയിരിക്കണം. അതേസമയം മെത്തേഡ് ഓവർ റൈഡിങ് ആണെങ്കിലോ മെയിൻ ക്ലാസ്സിനകത്തെയും സബ് ക്ലാസ്സിനകത്തെയും മെത്തേഡിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക. അടുത്ത പോയിൻ്റ്, മെത്തേഡ് ഓവർലോഡിങ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് കമ്പൈൽഡ് ടൈം പോളിമോർഫിസം. മെത്തേഡ് ഓവർ റൈഡിങ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് റൺ ടൈം പോളിമോർഫിസം. അപ്പം മെത്തേഡ് ഓവർ ലോഡിംഗ് എന്ന് പറയുന്നത് കമ്പൈൽഡ് ടൈം പോളിമോർഫിസം അതാണ്. അതായത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ സമയത്താണ് ഏത് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ കമ്പൈലർ തീരുമാനിക്കുന്നത്. ആ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണവും അതുപോലെ തന്നെ പാരാമീറ്റേഴ്സിൻ്റെ ടൈപ്പും നോക്കിയിട്ടാണ് കമ്പൈലർ ഏത് മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് കമ്പൈൽഡ് ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അതേസമയം മെത്തേഡ് ഓവർറൈഡിങ് ആണെങ്കിലോ റൺ ടൈം പോളിമോർഫിസത്തിന് എക്സാമ്പിളാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് കോഡുമായിട്ട് ലിങ്ക് ആവുന്ന ഏത് സമയത്താണ്? നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ആ മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ റൺ ടൈമിലാണ് തീരുമാനിക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തെ മെത്തേഡാണോ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിനകത്തെ മെത്തേഡാണോ, ഏത് മെത്തേഡിനാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എപ്പോഴാണ് തീരുമാനിക്കുന്നത്? റൺ ടൈമിലാണ് തീരുമാനിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ഇൻ ജാവ മെത്തേഡ് ഓവർലോഡിങ് cannot be performed by changing return type of the method only. Return type can be same or different in method overloading, but you must have to change the parameter. Return type must be same or covariant in method overriding. ഇപ്പോൾ ജാവയ്ക്കകത്ത് മെത്തേഡ് ഓവർലോഡിങ്ങിനകത്ത് റിട്ടേൺ ടൈപ്പ് മാത്രം ചേഞ്ച് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. റിട്ടേൺ ടൈപ്പിനൊപ്പം എന്തൊക്കെ ചേഞ്ച് ചെയ്യണം? പാരാമീറ്ററിൻ്റെ ടൈപ്പും പാരാമീറ്ററിൻ്റെ എണ്ണവും ഒക്കെ ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേസമയം മെത്തേഡ് ഓവർറൈഡിങ് ആണെങ്കിലോ സൂപ്പർ ക്ലാസ്സിനകത്തെയും സബ് ക്ലാസ്സിനകത്തെയും മെത്തേഡിന് സെയിം റിട്ടേൺ ടൈപ്പ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും മെത്തേഡ് ഓവർലോഡിങ്ങും മെത്തേഡ് ഓവർറൈഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ.